തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എല്ലാ സൈനിക ഓപ്പറേഷനുകൾക്കും എന്തെങ്കിലും ഒരു പേരുണ്ടാവും സ്വാഭാവികമായും. പക്ഷേ ഇവിടെ കൃത്യമായി ഈ സംഭവ പരമ്പരകളുടെ തുടക്കം മുതൽ എന്തിനെയാണോ ലക്ഷ്യമിടുന്നത് ആ മട്ടിൽ തന്നെ ആ പേരും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്മി, ഇതിനകത്ത് ഈ ഹിമാൻഷി നർവാളിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ആക്രമണത്തിന് ശേഷം അവരുടെ ഭർത്താവ് മരിക്കുന്നു, കൊല്ലപ്പെടുന്നു, അതിനുശേഷമുള്ള അവരുടെ ഒരു പ്രതികരണം അത് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള, ഈ ദേശത്തെക്കുറിച്ചുള്ള നമ്മളുടെ പ്രതീക്ഷകളെ, നമ്മളുടെ ഈ ഒത്തൊരുമയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയൊക്കെ ഉണർത്തുന്ന ഒന്നായിരുന്നു. പലതരത്തിൽ അവർ സോഷ്യൽ മീഡിയ ആക്രമണമൊക്കെ, ഇങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ, സാഹചര്യം മറ്റൊന്നായതുകൊണ്ട് തന്നെ അവർക്ക് നേരെ സോഷ്യൽ മീഡിയ അറ്റാക്കൊക്കെ ഉണ്ടായി. അവരന്ന് പറഞ്ഞത് എന്താണ്, ഇത് ഇവിടെ ഈ ഒരു ആക്രമണത്തിൻ്റെ പേരിൽ കശ്മീരികളെയും മുസ്ലിങ്ങളെയും ഒറ്റപ്പെടുത്തുന്ന സമീപനം, അവർക്ക് നേരെ തിരിയുന്ന സമീപനം ഉണ്ടാവരുത് എന്ന് ഹിമാൻഷി നർവാൾ പറഞ്ഞത് ഈ സമയത്ത് ഓർക്കണം. കാരണം ഇന്നിപ്പം സേന തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയിലൊരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്നതായിരുന്നു ഭീകരവാദികളുടെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ ആ ലക്ഷ്യം എന്താണ്, ഭീകരവാദികളുടെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഹിമാൻഷി നർവാൾ. വളരെ പക്വതയോടെ ഈ ഘട്ടത്തിലെല്ലാം പ്രതികരിച്ചതാണ്. രാജ്യം മുഴുവൻ ഈ വേദനയെ, അതായത് 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 25 പേരും നേപ്പാളിൽ നിന്നുള്ള ഒരാളും ചേർത്ത് 26 പേരാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതായത് 13 സംസ്ഥാനങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലയാവർത്തി പറഞ്ഞതാണ്, ഇന്ത്യയെ മൊത്തത്തിൽ ആക്രമിക്കുന്ന തരത്തിൽ അതിൻ്റെ ആഘാത ശേഷി എന്ന് പറയുന്നത് മറ്റേത് ഭീകരാക്രമണത്തെക്കാളും വളരെ വലുതായിരുന്നു. ഇത് മുഴുവൻ സിവിലിയന്മാരാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം ആ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്താണ്? 10-20 കോടി മുസ്ലിങ്ങൾ കൂടി ജീവിക്കുന്ന ഇന്ത്യയിൽ ഇങ്ങനെ തരംതിരിച്ച് ആളുകളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഭീകരവാദികൾ വിചാരിക്കുന്നുണ്ടോ? അല്ലല്ലോ. ഇവിടെ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാക്കണം ഈ രാജ്യത്ത്, അതിനാണ് ശ്രമിച്ചത്. അതിന് വിലങ്ങുതടിയായി നിന്നുകൊണ്ട് ആദ്യം തന്നെ ഈ കാര്യത്തിൽ കമൻറ്റ് ചെയ്ത ഒരാളാണ്, കൃത്യമായൊരു നിലപാട് പറഞ്ഞ ഒരാളാണ് ഹിമാൻഷി നർവാൾ. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളെ തന്നെ തെരഞ്ഞു പിടിച്ച് രാജ്യം ആക്രമിക്കുമ്പോൾ, അവരെ കൊന്നൊടുക്കുമ്പോൾ തീർച്ചയായും ആ കൊല്ലപ്പെട്ട മുഴുവൻ സിവിലിയന്മാർക്കുമുള്ള, ആ പൗരന്മാർക്കുള്ള നീതി ലഭ്യമാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. എന്തായാലും 9/11 ശേഷം ഈ സീറോ ടോളറൻസ് ആണ് ഭീകരവാദത്തിനോട് എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അവരെങ്ങനെ ഇടപെട്ടോ ഏതാണ്ട് അതിന് സമാനമായ ഒരു ഇടപെടൽ എന്ന് ഈ ഘട്ടത്തിൽ പറയാം. ഇനി അങ്ങോട്ട് ഭീകരവാദ ആക്രമണത്തിന് നിന്നുകൊടുക്കാൻ രാജ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ ഇവർ വിശദീകരിക്കുന്നത്. തുടർച്ചയായി കഴിഞ്ഞ കുറേയേറെ കാലം ആയി, കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിനിടയ്ക്ക് ഇന്ത്യ നേരിട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയ്ക്ക് ഇന്ത്യ നേരിട്ട വിവിധങ്ങളായ ഭീകരാക്രമണങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ട് അതിൻ്റെ പരിശീലനം നടന്ന കേന്ദ്രങ്ങളെല്ലാം ഇതാ ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഭീകരവാദ കേന്ദ്രങ്ങളെ തന്നെ, ഭീകരവാദത്തെയാണ്, ഒരു രാഷ്ട്രത്തെയല്ല ഭീകരവാദത്തെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു. അവിടെ നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ ഹിമാൻഷി നർവാളിനെ പോലെ ഒക്കെയുള്ള, ഇവിടെ കേരളത്തിൽ നിന്നുള്ള കൊല്ലപ്പെട്ട ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആരതിയെ പോലെയുള്ള ആളുകളൊക്കെ എത്ര പക്വതയോടെ ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷയെ കൂടുതൽ ഗംഭീരമാക്കി നിലനിർത്തിക്കൊണ്ട് പ്രതികരിച്ചു എന്നത് ഈ സമയത്ത് നമുക്ക് ഓർക്കാതിരിക്കാനാവില്ല. എന്തായാലും വളരെ സൂക്ഷ്മമായ തയ്യാറെടുപ്പുകളോടെയാണ് ഇന്ത്യ ഓരോ ചുവടും വെച്ചത്. ബാലാക്കോട്ടിൽ സംഭവിച്ചതുപോലെ, ഇപ്പോൾ പുൽവാമ ആക്രമണത്തിന് ശേഷം തൊട്ടു പിന്നാലെ ബാലാക്കോട്ടിലേക്കുള്ള തിരിച്ചടി നടക്കുന്നതിന് സമാനമായ ഒരു ആക്രമണത്തിന് ഇത്തവണ ഇന്ത്യ തയ്യാറായില്ല. അതിന് പകരം മുഴുവൻ രാജ്യങ്ങളോടും അവർ ഇനിയിപ്പോൾ പാകിസ്ഥാൻ്റെ സഖ്യരാജ്യങ്ങൾക്ക് പോലും 2 തവണ ആലോചിച്ച് മാത്രം പ്രതികരണം നടത്താൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടലാണ് ഇന്ത്യ ഈ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര വിജയം ഈ ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ, അതായത് പാകിസ്ഥാൻ്റെ ഇടപെടലോടെ, അതായത് ISIയുടെ ഇടപെടലോടെ തന്നെയാണ് ഈ ഭീകര സംഘടനകൾ ആക്രമിച്ചത് എന്ന് തന്നെ ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പാകിസ്ഥാനെ നേരിട്ട് ആക്രമിക്കുന്നില്ല, ആ ഭീകര സംഘടനകളെ ആക്രമിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എല്ലാ സഖ്യരാജ്യങ്ങളെയും അറിയിക്കുന്നു, മറ്റു രാജ്യങ്ങളെയും അറിയിക്കുന്നു, ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനെല്ലാം ഒരു 15 ദിവസം എടുക്കുന്നു. അതിനുശേഷം മാത്രം ഈ ഭീകരവാദികൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നു എന്നതൊക്കെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തോട് കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു പോകണം ലക്ഷ്മി.